അമേരിക്ക എന്തിനാണ് ഇത്തരത്തിൽ വെനസ്വേലയിൽ ഒരു നടപടി എടുത്തിട്ടുള്ളത് എന്നുള്ള ചോദ്യത്തിന് ആളുകൾ പെട്ടെന്ന് സിമ്പിളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വെനസ്വേലയിലുള്ള ഒരു ഈ പറയുന്ന ക്രൂഡ് ഓയിലിൻ്റെ ഡെപ്പോസിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതൊരു കണക്കിന് ശരി തന്നെയാണ്, പക്ഷേ അത് പൂർണ്ണമായിട്ട് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. പെട്ടെന്ന് ഇപ്പോൾ ട്രംപിനെ പോലെ ഒരാൾ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു നടപടി എടുക്കുകയും അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രസിഡന്റിനെ ഒരു രാത്രി പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത് അത് കേവലം ഒരു ഓയിൽ റിസർവിൻ്റെ പുറത്ത് മാത്രമല്ല. കാരണം വെനസ്വേലയിൽ ഓയിൽ റിസർവ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടുള്ളത് ഈ അടുത്ത കാലത്തൊന്നുമില്ല. അത് പതിറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ അവർ ഡിക്ലെയർ ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ ഓയിൽ റിസർവ് അവർക്കുണ്ട്, അല്ലെങ്കിൽ സൗദിയേക്കാൾ ഓയിൽ റിസർവ് ഉള്ളതാണ് എന്നുള്ളത്. പിന്നെ അവിടുത്തെ ഓയിൽ റിസർവിന് ഒരു പ്രത്യേകതകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹാർഡ് ക്രൂഡാണ് ഈ പറയുന്ന വെനസ്വേലയിൽ ലഭിക്കുന്നത്. നമ്മുടെ സൗദിയിലുള്ളതുപോലെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ കിട്ടുന്ന ക്രൂഡ് പോലെയല്ല. അത്ര പെട്ടെന്ന് റിഫൈൻ ചെയ്തിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ക്രൂഡ് അല്ല വെനസ്വേലയിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെ പല അമേരിക്കൻ കമ്പനികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ അമേരിക്കൻ കമ്പനികളൊക്കെ തന്നെയും ചവിട്ടി പുറത്താക്കുകയും അല്ലെങ്കിൽ അവരുടെ ഓണർഷിപ്പ് ഒക്കെ തന്നെയും കുറച്ച് സർക്കാർ അതിലേക്ക് കൂടുതൽ ഇൻവോൾവ്മെന്റ് നടത്തിയിട്ടൊക്കെയാണ് കഴിഞ്ഞ കുറച്ചായിട്ട് വെനസ്വേല വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തകർച്ചയാണ് അവർ നേരിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ഓയിൽ റിസർവിന്റെ മുകളിലായിരുന്നു അമേരിക്ക ഈ നടപടി എടുത്തതെന്നുണ്ടെങ്കിൽ അമേരിക്ക ഇത് മുന്നേ എടുത്തേനെ. ഒബാമയുടെ കാലത്തോ അതിന് മുന്നേയുള്ള കാലങ്ങളിലോ ഒരുപക്ഷെ വെനസ്വേലയ്ക്കെതിരെ നടപടി എടുക്കാനുള്ള സാഹചര്യം അമേരിക്ക ഉണ്ടായിരുന്നു. അമേരിക്ക അത് ചെയ്തേനെ. പക്ഷെ അമേരിക്ക ഇപ്പം അത് ചെയ്തതിന് വേറൊരു കാരണമുണ്ട്. ആ കാരണം എന്ന് പറയുന്നത് ഈ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് കിട്ടുന്ന ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പെട്ടിട്ടുള്ളതാണ് ഈ വെനസ്വേല എന്ന് പറയുന്നത്. അത് മറ്റു ചില രാജ്യങ്ങൾ ചിലി, പെറു, ബൊളീവിയ, അർജന്റീനയൊക്കെയാണ് വെനസ്വേലയ്ക്ക് പുറമെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. ഈ ഒരു പറയുന്ന വെനസ്വേലയിൽ ഏറ്റവും കൂടുതൽ നിലവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ചൈനയാണ്. ഇപ്പോൾ തന്നെ ചൈന ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത്തരത്തിലുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഭാവിയുടെ എലമെൻറ്റ്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ളത് ചൈനയുടെ കയ്യിലാണ്. അപ്പോൾ നാളെ എന്തെങ്കിലും ഒരു ടെക്നോളജിക്കലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അമേരിക്ക ചൈനയെ ആശ്രയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളത് അമേരിക്കയുടെ നിർബന്ധമാണ്. അപ്പോൾ അതായത് ഒരു അപ്രമാദിത്യം ചൈനയ്ക്ക് ഈ വിഷയത്തിൽ കയറി വരരുത് എന്നുള്ള നിർബന്ധം അവർക്കുണ്ട്. ഇത്തരത്തിലുള്ള ക്രിട്ടിക്കൽ മിനറൽസും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള മെറ്റൽസും, അപ്പോൾ ആ ഒരു സാധനത്തിൻ്റെ ലഭ്യത ചൈനയെ ആശ്രയിക്കാതെ അമേരിക്കയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്ന വെനസ്വേലയുടെ ഒരു നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ളത്. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു വെനസ്വേലയിലൊരു പാവ ഗവൺമെൻറ് വരും, അമേരിക്ക നയിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ നയങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ഗവൺമെൻറ് വരും. ആ ഗവൺമെൻറ്റിനെ വെച്ചിട്ട് അമേരിക്ക വെനസ്വേലയെ പിൻസീറ്റ് ഡ്രൈവ് ചെയ്യും. അതാണ് ഉണ്ടാവുക. ഒരിക്കലും അമേരിക്കയ്ക്ക് ചൈനയുടെ മുൻപിൽ ഈ പറയുന്ന ക്രിട്ടിക്കൽ എലമെൻസിന് വേണ്ടിയിട്ട് കൈ നീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ആ സാഹചര്യത്തിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കില്ല. മീൻസ് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള അവസ്ഥയിലേക്ക് അമേരിക്കയെ എത്തിക്കില്ല. അതിനുവേണ്ടി അവർ എന്തും ചെയ്യും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്. കേവലം ഒരു ഓയിലിന് വേണ്ടി മാത്രമല്ല, ഈ ഓയിൽ എന്ന് പറയുന്ന അവർക്കൊരു ബോണസാണ്. കാരണം ഈ സ്വാഭാവികമായിട്ടും ഭരണം മാറുന്ന സമയത്ത് ഈ പറയുന്ന നയങ്ങളിൽ മാറ്റം വരും. സ്വാഭാവികമായിട്ടും അപ്പോൾ അമേരിക്കൻ കമ്പനികൾക്ക് വീണ്ടും ഈ പറയുന്ന രാജ്യത്തേക്ക് ചെല്ലാനും അവിടെ ഈ റിഫൈനറികൾ തുടങ്ങാനും ഈ ക്രൂഡിൽ നിന്ന് ഇത് സാധനം വേർതിരിച്ചെടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി വരുമെന്നുള്ളതാണ്. സോ നിലവിൽ എന്തായാലും ഈ പറയുന്ന ഓയിൽ റിസർവ് എന്ന് പറയുന്നത് ഒരു ബോണസാണ്. യഥാർത്ഥ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ക്രിട്ടിക്കൽ മെറ്റൽസും ഈ ഇൻഡസ്ട്രിയൽ മെറ്റൽസും എലമെൻറ്റ്സും ഒക്കെ തന്നെയാണ് അമേരിക്കയുടെ പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഇതിൽ തന്നെ ഈ ഒരു പെറു, അതായത് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള പെറു ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കോപ്പർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ രാജ്യത്തിൻ്റെ കോപ്പർ ഉൽപ്പാദനം നിയന്ത്രിക്കുന്നത്, അതായത് ലാറ്റിൻ അമേരിക്കയിൽ കിടക്കുന്ന ആ രാജ്യത്തിൻ്റെ കോപ്പർ ഉൽപ്പാദനം നിയന്ത്രിക്കുന്നത് ചൈനയാണ്. ചൈനയിലെ ഒരു പ്രധാന കമ്പനിയാണ് പെറുവിലെ ഏറ്റവും കൂടുതൽ ഈ കോപ്പർ ഖനനം ചെയ്തെടുക്കുകയും അതിൻ്റെ കൺട്രോൾ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അത്തരത്തിൽ തന്നെ വെനസ്വേലയിലും നിക്ഷേപങ്ങൾ ചൈന ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു അപ്പർ ഹാൻഡ് നഷ്ടപ്പെടും ഈ വിഷയത്തിൽ എന്നുള്ളത് കൊണ്ടും കൂടെയാണ് അമേരിക്ക ഇതിനൊക്കെ ഇടപെട്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഒരു ആക്രമണത്തോട് കൂടിയിട്ട് ഇത് നിർത്തുമെന്ന് തോന്നുന്നില്ല. കാരണം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ ചൈനയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ നിൽക്കുന്ന, അതല്ലെങ്കിൽ ചൈനയുടെ നിക്ഷേപം വരുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പ്രതീക്ഷിക്കാം, അധിനിവേശങ്ങൾ പ്രതീക്ഷിക്കാം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പുത്തരിയല്ല. പ്രതികരിക്കാനും ആരുമില്ല, ചോദ്യം ചെയ്യാനും ആരുമില്ല. എന്തിനധികം പറയുന്നത്, ഈ മഡൂറോയെ പൊക്കുന്നതിൻ്റെ 24 മണിക്കൂറിന് തൊട്ട് മുൻപ് തന്നെ ഈ പറയുന്ന ചൈനയുടെ ഡെലിഗേറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട്, നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾക്കും ചർച്ചയ്ക്ക് നയതന്ത്ര പ്രതിനിധികൾ ഈ പറയുന്ന വെനസ്വേലയിലുണ്ടായിരുന്നു. അതായത് ആ ഒരു സമയത്ത് പോലും ഇത്തരത്തിലൊരു നടപടിക്രമം എടുക്കാനോ അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്താനോ അമേരിക്കയ്ക്ക് യാതൊരു മടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. പിന്നെ ഈ കാര്യത്തിൽ അഭിനന്ദിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈന്യ നടപടി എന്നുള്ള നിലയ്ക്ക് അമേരിക്കയുടെ ഒരു കാര്യത്തെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ഒരു വെടി പോലും തിരിച്ചു കൊള്ളാതെ അല്ലെങ്കിൽ ഉതിർക്കപ്പെടാതെ
ഒരു രാജ്യത്തിൻ്റെ തലവനെ അവിടെ പോയിട്ട് ജീവനോടെ, തലവനെയും തലവൻ്റെ ഭാര്യയെയും ജീവനോടെ പിടിച്ച് സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുവരിക. അത്രയും പ്രിസിഷനായിട്ടുള്ള ഒരു സാധനം. അത് ഒരുപക്ഷെ പലരും എന്താ പറയുക, പല രാജ്യങ്ങളും പല ടൈമിൽ പലതായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കണ്ടുപഠിക്കേണ്ട ഒരു സംഗതിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവരൊരു ഓപ്പറേഷൻ വെക്കുന്നു, അതവർ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. മറ്റൊരു കാര്യത്തിലും കൂടെ അമേരിക്കയുടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയ്ക്ക് ഇന്നലെ ട്രംപ് വന്നപ്പോൾ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു നയമൊന്നും അല്ല ഇത്. വെനസ്വലയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന മിനറൽസുമായിട്ടും മെറ്റൽസുമായിട്ട് ബന്ധപ്പെട്ടും ഓയിൽ റിസർവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ ഈ വെനസ്വലയായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ട്. എത്രയോ ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നു. ഈ ഗവൺമെൻറ്റുകൾക്കും എല്ലാവർക്കും തന്നെ ഈ നയത്തിൽ യാതൊരു വ്യത്യാസമില്ല. അവരുടെ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു നയത്തിൽ ഏതൊക്കെ ഗവൺമെൻറ് മാറി മാറി വന്നാലും മാറ്റമില്ല. നമ്മളെയൊക്കെ നാട്ടിൽ എന്ന് പറയുന്നെങ്കിൽ ഒരു കൂട്ടുകക്ഷി ഭരണം വന്നിട്ടുണ്ടെങ്കിൽ ഒരു നയം, ഒറ്റകക്ഷി ഭരണമാണെങ്കിൽ വേറൊരു നയം, ഇനി ഈ ഒറ്റകക്ഷിയിൽ തന്നെ മറ്റേ കക്ഷിയാണ് വരുന്നത്, ഒറ്റകക്ഷിയായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ വേറൊരു നയം. അങ്ങനെ നയത്തോട് നയമാണ് നമ്മളെ ഗവൺമെൻറ്റുകളെ സംബന്ധിച്ച്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ മാറട്ടെ, എത്രയെത്ര സ്റ്റേറ്റുകൾ ഉണ്ടാവട്ടെ, ഈ സ്റ്റേറ്റുകളിലൊക്കെ തന്നെയും വെവ്വേറെ ഭരണഘടനകൾ ഉണ്ടായിക്കോട്ടെ, വരുന്ന പാർട്ടികളിൽ ഇരിക്കുന്നവർ വെവ്വേറെ ആശയ സംഹിതകൾ പിന്തുടരുന്നവരായിക്കോട്ടെ, ഏത് മതവിശ്വാസികളായിക്കോട്ടെ, ആര് ഫണ്ട് ചെയ്യുന്നവരും ആര് ബാക്ക് ചെയ്യുന്നവരും ആയിക്കോട്ടെ, പക്ഷേ അവരുടെയൊക്കെ നയങ്ങൾ എപ്പോഴും ഇരുമ്പുലൊക്കെ പോലെയാണ്. അതിലൊന്നും യാതൊരു മാറ്റവും. അധിനിവേശത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച് അത് അവരുടെ ബ്ലഡിലുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഇത്തരത്തിലുള്ള അധിനിവേശങ്ങൾ എന്നൊക്കെ പറയുന്നത്. 2013 ട്രംപിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, എക്സിലെങ്ങാണ്ട് പോസ്റ്റ് ചെയ്തത്. അതായത് ഇറാഖിൽ നിന്ന് ഓയിലില്ലാതെ അമേരിക്ക മടങ്ങി എന്നുള്ളത് എനിക്ക് ഇന്നൊരു ഞെട്ടലുളവാക്കുന്നു എന്ന തരത്തിൽ എന്താണ് ആ പോസ്റ്റ്. അതായത് അവർക്ക് ആ നയത്തിലൊന്നും അവർക്കൊരു വലിയ വ്യത്യാസവും ഇല്ല. ട്രംപ് ആയാലും ശരി, ഒബാമ ആയാലും ശരി, ക്ലിൻ്റൺ ആയാലും, ഇനി നാളെ മറ്റാരെങ്കിലും വന്നാലും, ഇനിയിപ്പോൾ അവിടെ ഇന്ത്യൻ വംശജരായിട്ടുള്ള കുറേ ആളുകൾ പ്രസിഡന്റ് പദവിക്ക് വേണ്ടി ഓടുന്നുണ്ട്. വിവേക രാമസ്വാമിയെ പോലെയുള്ള, തുളസിയെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ. ഇവരൊക്കെ തന്നെ നാളെ വന്നിട്ടുണ്ടെങ്കിലും അമേരിക്കയുടെ ഇത്തരം നയങ്ങൾക്കൊന്നും യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അതിന് ഏറ്റവും എന്നും പറയാൻ പറ്റുന്ന മറ്റൊരു ഉദാഹരണമാണ് പ്രോ ഇസ്രായേൽ സ്റ്റാൻഡ് അമേരിക്കയുടെ. എന്നും അമേരിക്ക ഇസ്രായേലിൻ്റെ കൂടെ തന്നെ നിൽക്കും. അതാരും എന്ന് പറയാം, അവിടെ ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും, ഇനി ഈ പറയുന്ന മധ്യപക്ഷം ഭരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന നയത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ആ കാര്യത്തിൽ അവരെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് അവരുടെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് അപാരം തന്നെയാണ്.